ഞാൻ ഈ ക്രിസ്ത്യൻ പീഡനത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ക്രിസ്ത്യാനിത്വം ഭൂമിയിലേക്ക് വന്ന് അന്ന് മുതൽ ഇന്ന് വരെ 70 മില്യൺ അല്ലെങ്കിൽ 70 ദശലക്ഷം, അറിയാവുന്ന കണക്കിൽ പറഞ്ഞാൽ 7 കോടി വ്യക്തികളാണ് ഇതുവരെ രക്തസാക്ഷിയായിട്ടുള്ളത്. എത്രയാണ്? 7 കോടി. അത് മാത്രമല്ല, കഴിഞ്ഞ 2024 വേൾഡ് വാച്ച് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കണക്കനുസരിച്ച് 50 രാജ്യങ്ങളിൽ മാത്രം 4500-ലധികം പേര് രക്തസാക്ഷിയായി കഴിഞ്ഞ ഒരു വർഷം. 50 രാജ്യങ്ങളിൽ മാത്രം. അവർ തന്നെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ 7 ക്രിസ്ത്യാനികളിൽ ഒരാള് കഷ്ടത അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ആഫ്രിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ 5 ക്രിസ്ത്യാനികളിൽ ഒരാൾ ഉപദ്രവം സഹിക്കുകയാണ്. ഏഷ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 5-ൽ 2 ക്രിസ്ത്യാനികളും ഉപദ്രവം അനുഭവിക്കുന്നു. ഇതാണ് ക്രിസ്ത്യാനികൾ ഓരോ ദിവസവും നേരിടുന്ന ജീവിത യാഥാർത്ഥ്യം. നിങ്ങൾ ബൈബിളിന്റെ ചരിത്രം പഠിച്ചാൽ കാണാൻ കഴിയും, ക്രിസ്ത്യാനികൾ ആദ്യം ഉപദ്രവിക്കപ്പെടുന്നത് യഹൂദന്മാരുടെ കയ്യാലാണ്. അത് കഴിഞ്ഞിട്ട് ക്ലൗഡിയസ് എന്ന് പറയുന്ന രാജാവിന്റെ കാലത്ത് ഉപദ്രവം ഉണ്ടായതായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. പിന്നെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു, നീറോ ചക്രവർത്തി, ഡൊമീഷ്യൻ, ട്രോജൻ, പിന്നെ മാർക്കസ് അരേലിയസ് തുടങ്ങി 10 എണ്ണം പറഞ്ഞ പീഡകൾ റോമൻ ഭരണകാലത്ത് ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവ് മുൻകൂട്ടി പറഞ്ഞു, 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. അതുപോലെ തന്നെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട റോമൻ കാലഘട്ടത്തിൽ 10 പീഡകൾ ഉണ്ടായി. നിരവധി വ്യക്തികൾ രക്തസാക്ഷികളായി. നേരത്തെ കേട്ടതുപോലെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് രക്തസാക്ഷിയായിട്ട് മാറി. പക്ഷേ രക്തസാക്ഷി ആയതുകൊണ്ട്, ക്രിസ്ത്യാനികൾ പീഡ അനുഭവിച്ചത് കൊണ്ട് അവർ നശിച്ചു പോയില്ല എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. ഇത് കണ്ടുകൊണ്ടാണ് സഭാപിതാവ് പറഞ്ഞത്, ക്രിസ്ത്യാനിയുടെ രക്തം സഭയുടെ വിത്താണ്. നിങ്ങൾക്കറിയാമോ, റോമൻ കാലഘട്ടത്തിൽ പീഡകൾ അനുഭവിക്കുന്ന രക്തസാക്ഷികളാകുന്ന വ്യക്തികളെ അവരുടെ മനോഭാവവും മരണത്തോടുള്ള അവരുടെ പ്രതികരണവും കണ്ടിട്ട് ആ കാഴ്ചക്കാരായി നിന്ന വ്യക്തികൾ പോലും ആ വിശ്വാസം സ്വീകരിക്കാനായിട്ട് മുന്നോട്ട് വന്ന ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ മധ്യകാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട്, ഇപ്പോഴും നമുക്ക് ലൈബ്രറികളിലൊക്കെ കിട്ടും, ആമസോണിൽ കിട്ടുന്ന ഒരു പുസ്തകമുണ്ട്, ഫോക്സ് ബുക്ക് ഓഫ് മാർട്ടിയേഴ്സ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ ക്രിസ്ത്യാനികൾ അനുഭവിച്ച പീഡയുടെ കഥയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെ ക്രിസ്ത്യാനികൾക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ അവിടെ എല്ലാം ശക്തമായ സഭാ മുന്നേറ്റങ്ങൾ, ആത്മീയ ഉണർവുകൾ വ്യാപരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾക്കറിയാമായിരിക്കും, ഗ്രാം സ്റ്റെയിൻസ് മരിച്ച ഒറീസയിൽ ഒരു വലിയ ഉണർവുണ്ടായിട്ടുണ്ട്. കന്ധമാൽ എന്ന് പറയുന്ന ജില്ലയിൽ 10 ലക്ഷം ക്രിസ്ത്യാനികൾ ഉണ്ടെന്നാണ് 10 വർഷത്തിന് മുമ്പുള്ള ഒരു കണക്ക് ഞാൻ വായിച്ചത്. അതുകൊണ്ട് ഒരു ഗ്രാം സ്റ്റെയിൻസിനെ വെട്ടി വീഴ്ത്തിയാൽ ക്രിസ്ത്യാനിത്വം തീരത്തില്ല, അവിടെ നിന്ന് അനേകർ അവിശ്വാസവുമായിട്ട് മുൻപിലേക്ക് വരും. അതുകൊണ്ട് നമ്മിൽ ഒരാൾ വീണ് മരിച്ചാൽ അതുകൊണ്ട് നമ്മുടെ വിശ്വാസ മാർഗം തീരത്തില്ല, അത് വർദ്ധിച്ചു വരും. എവിടെ ഒരാൾ രക്തസാക്ഷിയായിട്ട് വീഴുന്നോ അവിടെ സഭയുടെ നമുക്ക് അളക്കാൻ കഴിയാത്ത വളർച്ചയുണ്ടാകും. ഉപദ്രവം വരട്ടെ, നമ്മൾ വളരും. പീഡകൾ വരട്ടെ, നമ്മൾ വർദ്ധിക്കും. അതുകൊണ്ട് ഭയപ്പെടേണ്ട, നമുക്ക് ധൈര്യത്തോടെ മുൻപോട്ട് പോകാം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ പീഡകളോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം? അതാണ് ഇവിടെ പലരും പറയാനായിട്ട് ശ്രമിച്ചത്. ഈ പീഡകളോടുള്ള നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം? നമ്മൾ ഇതിനെ എതിർത്ത് തോൽപ്പിക്കണമോ, പ്രതിരോധിക്കണമോ, വളരെ സബ്മിസീവായിട്ട് ഇതിനെ സ്വീകരിക്കണമോ? ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പൗലൂസിനെ ഒരിക്കൽ അടിച്ചു. ആ അടിച്ച മനുഷ്യനോട് പൗലൂസ് ചോദിക്കുന്നുണ്ട്, വിചാരണ കൂടാതെ ഒരു റോമ പൗരനെ അടിക്കാൻ നിനക്ക് അധികാരമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് അവിടെ ഉണ്ടായിരുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു റോമ പൗരന് കൊടുത്തിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു റോമ പൗരനായ എന്നെ വിചാരണ നടത്തുന്നതിന് മുൻപേ അടിക്കാൻ നിനക്ക് ആരാണ് അധികാരം തന്നത്? റോമ പൗരനെന്ന് കേട്ടപ്പോൾ അടിച്ച ആള് പേടിച്ചു പോയെന്നാണ് പറയുന്നത്. ഇതുപോലെ നമുക്ക് കുറച്ച് അധികാരങ്ങൾ നിയമം നൽകിയിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് ലഭ്യമായിട്ടുള്ള ചില അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങൾക്ക് വേണ്ടി നിയമത്തിന്റെ വഴിയിലൂടെ പോകുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ അക്രമത്തിന്റെ മാർഗമല്ല, നമ്മുടെ നീതി നടപ്പിലാക്കാൻ വേണ്ടി നീതിന്യായ വ്യവസ്ഥ പറയുന്ന ഒരു മാർഗമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്.
രണ്ടാമത് കാര്യം പറയാം. 1948 UN ഒരു പ്രഖ്യാപനം അംഗീകരിച്ചു, മനുഷ്യാവകാശ പ്രഖ്യാപനം. അതിനകത്ത് പറഞ്ഞ 2 അവകാശങ്ങൾ ഇതാണ്. ഒന്ന്, ഇഷ്ടപ്പെട്ട മതം വിശ്വസിക്കാനുള്ള അവകാശം ലോകത്തിലെല്ലാ മനുഷ്യർക്കും ഉണ്ട്. തൊട്ട് താഴെ പറയുന്ന ഒരു കാര്യമുണ്ട്, പീഡയിൽ നിന്നും ഒഴിവായിരിക്കാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. അത് എഴുതിയത് യഹൂദന്മാർ അനുഭവിച്ച പീഡയുടെ പശ്ചാത്തലത്തിലാണ്. ലോകത്ത് ഒരു മനുഷ്യന് പീഡ അനുഭവിക്കാൻ പാടില്ല, പീഡ ഒരു മനുഷ്യനും പീഡ നൽകരുത് എന്നാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം പറയുന്നത്. മനുഷ്യാവകാശ പ്രഖ്യാപനവും ഇന്ത്യൻ ഭരണഘടനയും നമ്മുടെ രാജ്യത്തിലുള്ള നിയമങ്ങളും നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമ്പോൾ അത്തരത്തിൽ നിയമം അനുവദിക്കുന്ന വഴിയിലൂടെ മാത്രം മുന്നേറി അതിനപ്പുറമായിട്ട് ഇതെന്താണോ പറയുന്നത് അത് ശിരസ വഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിന് മുൻപിൽ ശിരസ് നമിച്ച് മുന്നേറുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ധന്യമാക്കി.